ഹായ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു അസൈൻമെന്റ് ക്വസ്റ്റ്യൻ തന്നിരുന്നു. ഇത് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് നിങ്ങളെല്ലാം ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം അതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയത് തന്നെയാണോ എനിക്കിവിടെ കിട്ടുന്നത് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയത് ശരിയാണോ ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: മെൻ, വുമൺ ആൻഡ് ചിൽഡ്രൻ വെയർ എംപ്ലോയ്ഡ് ടു ഡു എ വർക്ക് ഇൻ ദി പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ റേഷ്യോ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ ദി പ്രൊപ്പോർഷൻ 3:2:1 ആൻഡ് ദെയർ വേജസ് ആസ് 5:3:2. when 90 men, നമുക്കിവിടെ മെന്നിന്റെ നമ്പർ അറിയാം. 90 men are employed. Total daily wage of all amount is rupees 10350. Find the daily wage of a man. Okay. ഇവിടെ നമുക്ക് അവരുടെ നമ്പർ, മെന്ന്, വുമണ്, ചിൽഡ്രന്റെ നമ്പറിന്റെ റേഷ്യോ അറിയാം. അതായത് നമ്പർ ഓഫ് മെൻ, വിമൻ ആൻഡ് ചിൽഡ്രൻ എത്രയായിരുന്നു? 3:2:1. ഇനി അവരുടെ വേജസും അറിയാം. അവരുടെ വേജസിന്റെ റേഷ്യോ മെൻ, വിമൻ, ചിൽഡ്രൻ 5:3:2. ഇനി ഇവിടെ നോക്കി അവരുടെ നമ്പറിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്, മെന്നിന്റെ നമ്പറും തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്തൂടെ? ഇപ്പൊ നമ്പറിന്റെ റേഷ്യോ ആക്ച്വൽ വാല്യൂ ആക്കാൻ 3x, 2x, 1x എന്നാക്കാം. ഈ 3xന്റെ വാല്യൂ ആണ് ഇവിടെ എന്ത് തന്നേക്കുന്നത്? 90 മെൻ തന്നേക്കുന്നത് അല്ലേ? അങ്ങനെ മനസ്സിലാക്കുക. അപ്പൊ 3xന്റെ വാല്യൂ ആണ് 90 എങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? x is equal to 90/3. എക്സിന്റെ വാല്യൂ എത്ര കിട്ടും? 30 കിട്ടും. അതായത് എക്സിന്റെ വാല്യൂ 30 ആണെങ്കിൽ ഇവിടെ എത്ര ചിൽഡ്രൻ കാണും? 30 ചിൽഡ്രൻ കാണും. 2x 60 വിമൻ കാണും. പിന്നെ മെൻ എത്ര? 3x 90. അതൊക്കെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 90 മെൻ ഉണ്ടാവും. ഇപ്പൊ ഈ എഴുതിയ കാര്യം മനസ്സിലായോ? അവർ റേഷ്യോ വെച്ചിട്ട് നമ്മൾ ഒരു ആക്ച്വൽ വാല്യൂ ആക്കി. എങ്ങനെയായിരുന്നു? 3:2:1 റേഷ്യോയിൽ തന്നെയാണ് അവരുള്ളത്. ഇതിൽ പറയുന്നു ഈ 3 റേഷ്യോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ, മെന്നിന്റെ വാല്യൂ എത്ര? 90 എന്ന് പറയുന്നു. എങ്കിൽ 2 റേഷ്യോ എത്ര, 1 റേഷ്യോ എത്ര നോക്കി. അപ്പൊ നമുക്ക് അവരുടെ വാല്യൂസ് കിട്ടി. ഇനി നമുക്ക് അവരുടെ നമ്പർ കിട്ടിയതിന് ശേഷം ഇനി അവർക്ക് എമൗണ്ട് എത്ര കിട്ടിയെന്നല്ലേ വേണ്ടുന്നത്. ഇനി അവരുടെ എമൗണ്ടിന്റെ റേഷ്യോ എത്രയായിരുന്നു? 5:3:2. നമുക്കറിയാം അവരുടെ ആക്ച്വൽ നമ്പറിനെ അവരുടെ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം? അവരുടെ വേജസ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തെങ്കിൽ കറക്റ്റ് ആയിട്ട് അവർക്ക് എത്ര രൂപ വെച്ച് കിട്ടി തരത്തുള്ളൂ. ടോട്ടൽ എമൗണ്ട് എത്രയായിരുന്നു? 10350. ഇത്രയും രൂപ എങ്ങനെയാ കൊടുക്കുന്നത്? ഏത് രീതിയിലാണ് കൊടുക്കുന്നത്? മൊത്തം 90 മെന്നുണ്ടായിരുന്നു. ഈ 90 മെന്നിന് ഒരാൾക്ക് എത്ര വെച്ച് കൊടുക്കും? ഇനി ഇവിടെ ഇത് എക്സ്, നേരത്തെ എക്സ് ഇട്ടുകൊണ്ട് ഇവിടെ ഞാൻ വൈ ഇടാം. ഒരു 5y രൂപ കൊടുത്തു. മനസ്സിലായോ? അതായത് ഇവർക്ക് കൊടുക്കുന്ന റേഷ്യോ ആണ് 5:3:2. അതിന് ഞാൻ 5y, 3y, 2y എന്ന് കൊടുത്തു. അപ്പൊ ആക്ച്വലി അവർക്ക് കിട്ടിയ എമൗണ്ട് ആയില്ലേ? ഒരു മെന്നിനാണ് 5y കൊടുക്കുന്നത്. അങ്ങനെ 90 മെന്നിന് കൊടുത്ത് എത്ര കിട്ടും? 90 × 5y റുപ്പീസ് ആണ് മൊത്തം മെന്നിന് കിട്ടുന്നത്, ടോട്ടൽ മെന്നിന് കിട്ടുന്നത്. എങ്കിൽ ടോട്ടൽ വുമണിന് എത്ര കിട്ടും? 60 × 3y. അതായിരിക്കും ടോട്ടൽ വുമണിന് കിട്ടുന്നത്. ഇത് മൊത്തം വുമണിന് കിട്ടുന്ന വേജസ് ഓഫ് എ വുമൺ. ഇനി ചിൽഡ്രൻ ആണെങ്കിലോ 30 × 2y. ഇതിന്റെ എല്ലാം കൂടി സമ്മാണ് എത്ര? 1350. നമുക്ക് മനസ്സിലായി കാണും. ടോട്ടൽ എമൗണ്ട് ആണ് ഈ 1350. എത്ര പേരുണ്ടെന്നെങ്കിൽ അതാ. നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം എത്ര കിട്ടുന്നു. സോൾവ് ചെയ്ത് എത്ര വരും നോക്കാം. 90 × 5 എത്ര കിട്ടി? 90 × 5 450. 450y പ്ലസ് 60 × 3 എത്ര കിട്ടും? 190y പ്ലസ് 30 × 2 60y. അപ്പൊ സംഖ്യ എത്ര കിട്ടും? 450 പ്ലസ് 190 പ്ലസ് 60. 190 പ്ലസ് 60 എത്രയാ? 240. അപ്പൊ ഇതിന്റെ കൂടെ 240 ആഡ് ചെയ്താൽ മതിയല്ലോ. എത്ര കിട്ടി? 690y എന്ന് കിട്ടി. അപ്പൊ 690yയുടെ ആൻസർ ആണ് എത്ര? 10350. 690y ആണ് 10350. എങ്കിൽ 690y is equal to 10350 ആണെങ്കിൽ yന്റെ വാല്യൂ എത്രയായിരിക്കും? 10350/690. നമുക്കൊരു കാര്യം അറിയാം, 00 ക്യാൻസൽ ആയി പോകും. ഇനി ഞാൻ വേറെ കാര്യം പറയട്ടെ. ഈ 69 103.5 നമ്മളെ വ്യത്യാസം എന്താ? അല്ലെങ്കിൽ 69ന്റെ പകുതി എത്രയാ? കുറച്ച് കാര്യങ്ങൾ ആലോചിച്ച് വേഗത്തിൽ കിട്ടും. 69ന്റെ പകുതി എത്രയാ? 34.5 ആണ് അല്ലേ? അതായത് 69ന്റെ പകുതി എത്ര? 34.5 ആയി. എങ്കിൽ ഈ 69 പ്ലസ് 34.5 എത്രയാ? 69 പ്ലസ് 30 എടുത്ത് തന്നെ 103 എന്ന് വരും. പിന്നെ ഒരു 69 പ്ലസ് 30 എന്ന് വെച്ചാൽ 99 വരും. 99 പ്ലസ് 4.5 അത് 103.5 വരും. അപ്പൊ 69 × 1.5 ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്ത് കിട്ടും? 103.5 കിട്ടും. അപ്പം 0.5 ഒഴിവാക്കാൻ വേണ്ടി 10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും? ഇത് 69 × 15 ആയിരിക്കും എന്ത്? 10 അല്ലെങ്കിൽ 1035 എന്ന് കിട്ടുന്നു. 2-3 രീതി. ഞാനിപ്പോ എന്റെ എളുപ്പമുള്ള രീതി ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ 103നെ 69 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. റിമൈൻഡർ വരുന്ന ബാക്കി നമ്പർ എന്ന് വെച്ചാൽ 34.5 കിട്ടും. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 15 തന്നെ കിട്ടും. പക്ഷെ അതിനേക്കാൾ എളുപ്പം ഇത് തമ്മിൽ ബന്ധമുണ്ടോ നോക്കാം. ഇതിന്റെ പകുതി ആണെങ്കിൽ × 15 ആയിരിക്കുമല്ലോ. അപ്പൊ ആ രീതി ചെയ്താലും മതി. വൈന്റെ വാല്യൂ എത്ര കിട്ടും? 15 കിട്ടും. അപ്പം y 15 ആണെങ്കിൽ ഇവിടെ ഇൻഡിവിജ്വൽ വാല്യൂസ്, ഇൻഡിവിജ്വൽ വേജസ് എത്രയൊക്കെ ആയിരിക്കും? മെന്നിനാണെങ്കിൽ 5 × 15. 15 × 5 എത്രയാ? 75. അതായത്
15 into 5 എങ്ങനെ എടുക്കുന്ന 15 into 10 എടുത്താൽ 150 കിട്ടും. അതിന്റെ പകുതി ആയിരിക്കുമല്ലോ 5. 150യുടെ പകുതി 375. പിന്നെ 50 into 3 എത്ര കിട്ടും? 45 കിട്ടും. 50 into 2 30 കിട്ടും. അപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് മെന്നിന്റെയും വുമന്റെയും ചിൽഡ്രന്റെയും നമുക്ക് എന്ത് കിട്ടി? ഇൻഡിവിജ്വൽ വേജസ് കിട്ടി. മെന്നാണെങ്കിൽ ഒരു ദിവസം എത്ര രൂപ കിട്ടും? 75 രൂപ കിട്ടും. വുമൺ ആണെങ്കിൽ 45 രൂപ കിട്ടും. ചിൽഡ്രൻ ആണെങ്കിൽ 30 രൂപ കിട്ടും. നമുക്കിവിടെ എന്താ വേണ്ടത്? ഫൈൻഡ് ദ ഡെയിലി വേജസ് ഓഫ് എ മാൻ മതി. മാൻ ആണെങ്കിൽ എത്രയാ? 75 rupees. അതായിരിക്കും നമുക്കുള്ള ആൻസർ. വൈ അല്ല ആൻസർ, നമുക്ക് മെന്നാ വേണ്ടത്. 5x ആണ് വേണ്ടത്. 5x അല്ല 5y. ആൻസർ എത്ര കിട്ടും? 75 കിട്ടും. അപ്പൊ 75 ആയിരിക്കും എന്ത്? ഡെയിലി വേജസ് ഓഫ് എ പർട്ടിക്കുലർ മെൻ. ടോട്ടൽ മെന്റെ കാര്യം നമുക്കറിയാം 450y ആയിരിക്കും. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ ഒരു മെൻ എത്ര കിട്ടുന്നില്ല ചോദിച്ചേക്കുന്നത്. നമുക്ക് എന്ത് കിട്ടും? 75 കിട്ടും. അത്രേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണെന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്തായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ? എ ഗാരിസൺ ഈസ് പ്രൊവൈഡഡ് വിത്ത് എ റേഷൻ ഫോർ 72 soldiers ലാസ്റ്റ് ഫോർ 54 days. Find how long would the same amount of food last for 30 soldiers if the individual ration is reduced by 10%. ഇതുപോലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ 10% റെഡ്യൂസ് ചെയ്തു എന്നൊക്കെ ഉള്ള കാര്യം പുതിയതായതുകൊണ്ട് നമുക്ക് നോക്കാം. എന്തായിരുന്നു ഇവിടെ പറയുന്നത്? എ ഗാരിസൺ ഈസ് പ്രൊവൈഡഡ് വിത്ത് എ റേഷൻ ഫോർ 72 soldiers ലാസ്റ്റ് ഫോർ 54 days. എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു 72 soldiers ഉണ്ടായിരുന്നു, നമ്പർ ഓഫ് മെൻ ഉണ്ടായിരുന്നു. അവർക്ക് 54 ദിവസത്തേക്കുള്ള റേഷൻ ഉണ്ടായിരുന്നു. അതുവരെ ഓക്കെയാണ്. 54 ദിവസത്തേക്കുള്ള റേഷൻ ഉണ്ടായിരുന്നു. ഫൈൻഡ് ഹൗ ലോങ് വുഡ് ദി സെയിം എമൗണ്ട് ഓഫ് ഫുഡ് ലാസ്റ്റ് ഫോർ 90 soldiers. ഇതേ കാര്യം 90 soldiers ആണെങ്കിൽ, 90 men ആണെങ്കിൽ അവർക്ക് എത്ര ദിവസത്തേക്ക് വേണ്ടി വരും? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സാധാരണഗതി. പക്ഷേ അതിന് കൂടുതൽ പറയുന്നത് ദ ഇൻഡിവിജ്വൽ റേഷൻ ഇസ് റെഡ്യൂസ്ഡ് ബൈ 10%. അവരുടെ ഇൻഡിവിജ്വൽ റേഷൻ എന്ന് പറയുന്ന സാധനം ഒരു 10% കുറച്ചു. 10% കുറച്ച് എന്താ പറയാ? 90% ഇനി ആക്ച്വൽ റേഷൻ ഉണ്ടാവുള്ളൂ. ആക്ച്വലി ഉള്ളതിന് 90% ആണ് വേണ്ടത്. എങ്കിൽ അത് എത്രയായിരിക്കും? ഇതങ്ങ് സോൾവ് ചെയ്താൽ മതി. അപ്പൊ ഈ ഒരു 10% റെഡ്യൂസ് ചെയ്ത് സെക്കൻഡ് കേസിൽ എന്ത് ചെയ്യണം? ആക്ച്വലി ഉള്ള മൊത്തം വാല്യൂവിന്റെ 90% എടുത്താൽ മതി. ആ ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിനകത്ത് പുതിയതായിട്ടുള്ള കാര്യം, ഒരു ഡൗട്ട് വരുന്ന കാര്യം, അതങ്ങ് ഒഴിവാക്കിയ പ്രശ്നം തീർന്നു. അപ്പൊ നമ്മുടെ ആൻസർ എങ്ങനെ വരും? 72 into 54 ഡിവൈഡഡ് ബൈ 90 into 90 into 100. ഡിനോമിനേറ്റർ 100 അങ്ങ് മേളിൽ പോകും. അപ്പൊ എന്ത് വരും? ഓക്കെ, 2 ഒഴിവാക്കി 9 into 6 9 into 8 8 into 6 കിട്ടും 48 കിട്ടും. ഇതായിരിക്കും ആൻസർ. അതായത് എത്ര ദിവസത്തേക്ക് അവർക്ക് ആ ഒരു ഫുഡ് ലാസ്റ്റ് ചെയ്യും? ഒരു 48 daysലേക്ക് ആ ഫുഡ് ലാസ്റ്റ് ചെയ്യും. അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? ഒരു 72 men 54 daysലേക്കുള്ള കാര്യം ഉണ്ടായിരുന്നു. അത് 90 men ആണ് വരുന്നതെങ്കിൽ അവർക്ക് എത്ര ദിവസം വേണ്ടി വരും? പക്ഷേ നേരത്തെ ഉള്ള കൺസെപ്ഷനേക്കാൾ ഒരു 90% ഇപ്പൊ എടുക്കുള്ളൂ എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക? ഡിനോമിനേറ്റർ അല്ല 90 എടുക്കേണ്ടത്, ന്യൂമറേറ്ററിൽ 90 എടുത്താൽ മതി. ന്യൂമറേറ്ററിൽ 90% എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും നോക്കിയാൽ അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി? 48 days കിട്ടും. അപ്പം ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചേക്കാം. കാരണം നമ്മൾ കാണുമ്പോൾ എളുപ്പമെന്നൊക്കെ തോന്നും. പക്ഷേ ഈ 10% റെഡ്യൂസ് ചെയ്യുമ്പോൾ വർക്ക് റെഡ്യൂസ് ചെയ്യണോ അതോ ഈ ഡിനോമിനേറ്റർ റെഡ്യൂസ് ചെയ്യണോ ന്യൂമറേറ്റർ റെഡ്യൂസ് ചെയ്യണോ എന്നൊക്കെ ഡൗട്ട് വരും. ന്യൂമറേറ്ററിൽ തന്നെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കുറയ്ക്ക് എടുക്കേണ്ടത്. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്തത്. 2000 soldiers in a fort had enough food for 20 days, but some soldiers were transferred to another fort and the same food is last for 25 days. How many soldiers were transferred? വളരെ ക്വസ്റ്റ്യൻ തന്നെ, വേറെ രീതി ചോദിച്ചതേ ഉള്ളൂ. വേഗത്തിൽ തന്നെ നമുക്ക് ചെയ്യാം. അതെന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഇവിടെ 2000 ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് 20 ദിവസത്തേക്കുള്ള ഫുഡ് ഉണ്ടായിരുന്നു. 2000 men 20 daysലേക്കുള്ള ഫുഡ് ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് സോൾജേഴ്സ് എന്ത് ചെയ്തു? വേറെ എങ്ങോട്ടോ പോയി. അങ്ങനെ ആ ഫുഡ് 25 ദിവസത്തേക്ക് വേണ്ടി വന്നു. ഇതേ സാധനം ഒരു men വർക്ക് ചെയ്തപ്പോൾ അവർക്ക് എത്ര ദിവസത്തേക്കായി? 25 daysലേക്ക്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. 2000 men 20 daysലേക്കുള്ള ഫുഡ് ഉണ്ടായിരുന്നു. അത് എത്രയോ men, കുറച്ച് പേര് പോയി, ബാക്കി എത്രയോ men ഉള്ളവർക്ക് 25 daysലേക്ക് വന്നു. നമുക്ക് എക്സ് അല്ല നമ്മുടെ ആൻസർ. നമ്മുടെ ആൻസർ എത്രയാ? 2000 - x ആണ് നമ്മുടെ ആൻസർ. എത്ര പേര് ട്രാൻസ്ഫർ ആയെന്ന ചോദ്യം. അതുകൊണ്ട് ഈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എത്ര പേര് ഉണ്ടായിരുന്നു. നമുക്ക് ആൻസർക്ക് തെറ്റാനുള്ള ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ തെറ്റാനുള്ള കാര്യം എന്താ? നമുക്ക് ഈ എക്സിന്റെ ആൻസർ കണ്ടുപിടിക്കുമ്പോൾ അത് ഓപ്ഷൻ ഒന്നാമത് തന്നെ കിടക്കും. നമ്മൾ അതും കുത്തുകയും ചെയ്യും. കാരണം എക്സ് ആണല്ലോ ആൻസർ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇവിടെ എക്സ് അല്ല വേണ്ടത്. ഇവിടെ എത്ര പേര് വർക്ക് ചെയ്തു എന്നല്ല വേണ്ടത്. ഇവിടുന്ന് എത്ര പേര് പോയി എന്നാ വേണ്ട. ഹൗ മെനി സോൾജേഴ്സ് വെയർ ട്രാൻസ്ഫേർഡ്. ട്രാൻസ്ഫർ ചെയ്ത് എത്രയാ? ഇനിഷ്യലി ഉള്ള 2000 നിന്ന് എക്സ് പേര് കുറച്ചാൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്തൊക്കെ കിട്ടും. അപ്പൊ സോൾവ് ചെയ്ത് നോക്കാം. എത്ര കിട്ടുന്നു? 2000 into 20/25. 200/25 എത്ര? 8 കിട്ടും. 80 into 20 അതായിരിക്കും ആൻസർ.
എത്ര കിട്ടും? 1600 എന്ന് കിട്ടും ആൻസർ. അപ്പൊ 1600 ആൾക്കാരായിരുന്നു ഇപ്പോഴും ഉണ്ടായിരുന്നത്. അപ്പൊ ട്രാൻസ്ഫർ ചെയ്ത് എത്ര പേരാ? 2000 മൈനസ് 1600. ആൻസർ എത്ര കിട്ടി? 400 പേരാണ് ഇവിടുന്ന് ലെഫ്റ്റ് ആയി പോയത്. അപ്പൊ അതാണ് ആൻസർ. 1600 അല്ല ആൻസർ, 400 ആണ് ഇവിടുത്തെ ആൻസർ. അതെന്താ കാര്യം? 2000 പേർക്ക് 20 ദിവസത്തേക്കുള്ള ഫുഡ് ഉണ്ടായിരുന്നു. പക്ഷെ അതേ ഫുഡ് കഴിക്കാൻ 1600 പേർക്ക് 20 ദിവസം വേണ്ടി വന്നു. അപ്പം ഈ 1600 പേര് എന്നുള്ളതല്ല ഇവിടുത്തെ ആൻസർ. എത്ര പേര് ട്രാൻസ്ഫർ ആയി പോയി? 400 പേര് ട്രാൻസ്ഫർ ആയി പോയപ്പോഴാണ് എന്ത് കിട്ടിയത് അവർക്ക്? ഈ പറയുന്ന 20 ദിവസത്തേക്ക് ഫുഡ് ലാസ്റ്റ് ചെയ്തു. അപ്പൊ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്നും ഓർത്തിരുന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊക്കെ എളുപ്പമാണ്, ജസ്റ്റ് ഒന്ന് കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: എ ആൻഡ് ബി വർക്കിംഗ് ടുഗദർ ക്യാൻ ഫിനിഷ് എ വർക്ക് ഇൻ 6 days, ബി ആൻഡ് സി ഇൻ 8 days, സി ആൻഡ് എ ഇൻ 4 days. Then find the time in which all A, B, C working together. ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഈ ടൈം വർക്ക് തുടങ്ങിയ സമയത്ത് നിങ്ങൾ നോട്ട് എടുത്ത് നോക്കിയത് ഏറ്റവും ആദ്യത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ഈ സെയിം ക്വസ്റ്റ്യൻ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇട്ടേണ്ട കാര്യം, അന്ന് നമുക്ക് ഇതിന്റെ ലോജിക് കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. അതായത് എങ്ങനെയൊക്കെ ചെയ്യുന്നത്, അതിപ്പോ എങ്ങനെ ചെയ്യുന്നത്? ടൈം ഓഫ് എ പ്ലസ് ബി നമ്മൾ അന്ന് ചെയ്ത് ഞങ്ങൾക്ക് ജസ്റ്റ് ഓർമ്മിപ്പിക്കാൻ വേണ്ടി, ടൈം ഓഫ് എ പ്ലസ് ബി എന്ന് വെച്ചാൽ 6 days ആയിരുന്നു. ടൈം ഓഫ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 8 days ആയിരുന്നു. ടൈം ഓഫ് എ പ്ലസ് സി എന്ന് പറഞ്ഞാൽ 4 days ആയിരുന്നു. അങ്ങനെ എനിക്ക് തന്നിരിക്കുന്ന ടൈമുകളുടെ എൽസിഎം എത്രയാ? 24 കിട്ടും. അപ്പൊ ടോട്ടൽ വർക്ക് 24 കിട്ടും. എങ്കിൽ എഫിഷ്യൻസിയോ ഇവിടുത്തെ എഫിഷ്യൻസി ഇവിടുത്തെ എത്ര കിട്ടും? 24/6. ഇവിടുത്തെ എഫിഷ്യൻസിയോ 3 കിട്ടും. ഇവിടുത്തെ എഫിഷ്യൻസിയോ 6 കിട്ടും. അപ്പൊ 3 പേരുടെ എഫിഷ്യൻസി കിട്ടി. പക്ഷെ ഇവിടെ എഫിഷ്യൻസി ഓഫ് എ പ്ലസ് ബി, എഫിഷ്യൻസി ഓഫ് ബി പ്ലസ് സി, എഫിഷ്യൻസി ഓഫ് സി പ്ലസ് എ ആണ് കിട്ടുന്നത്. അപ്പൊ അതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 2 into എഫിഷ്യൻസി ഓഫ് എ പ്ലസ് ബി പ്ലസ് സി കിട്ടും. കാരണം 2 times എ പ്ലസ് ബി, ബി പ്ലസ് സി, എ പ്ലസ് സി വരുന്നുണ്ട് എഫിഷ്യൻസിക്കകത്ത്. ഇതിപ്പോ ടൈം ഏതാ? എ പ്ലസ് ബി, ബി പ്ലസ് സി, എ പ്ലസ് സി ഉണ്ട്. അപ്പൊ അത് സം ചെയ്യുമ്പോഴും 2 times എ പ്ലസ് ബി പ്ലസ് സി കിട്ടും. അതിന്റെ സമ്മാണ് എന്ത്? ഈ പറയുന്ന 13 എന്ന് പറയുന്നത്. അപ്പം 6 + 4 + 3. അപ്പോ എഫിഷ്യൻസി ഓഫ് എ പ്ലസ് ബി പ്ലസ് സി എത്ര കിട്ടും? എഫിഷ്യൻസി ഓഫ് എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ 13/2 എന്ന് കിട്ടും. കാരണം 13/2 എടുക്കണം. അപ്പൊ എയും ബിയും സിയും കൂടെ ഉള്ള എഫിഷ്യൻസി എത്ര കിട്ടും? 13/2 ആവും. അപ്പൊ എഫിഷ്യൻസി ഓഫ് എ എത്ര കിട്ടും? എഫിഷ്യൻസി ഓഫ് എന്ന് വെച്ചാൽ എത്രയാ? ടോട്ടൽ എഫിഷ്യൻസി എ പ്ലസ് ബി പ്ലസ് സി, എയുടെയും ബിയുടെയും സിയുടെയും കൂടി എഫിഷ്യൻസി എന്ത് പറയണം? ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി പറയണം. ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി എത്ര? 3 ആണ്. 8 അവരുടെ ടൈമാണ്, 3 ആണ് അവരുടെ എഫിഷ്യൻസി. അപ്പൊ എ പ്ലസ് ബിയുടെ ബി പ്ലസ് സിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എത്രയാ? 3 ആണ്. അപ്പൊ എ പ്ലസ് ബി പ്ലസ് സിയിൽ നിന്നും ബി പ്ലസ് സി കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എയുടെ എഫിഷ്യൻസി കിട്ടും. അപ്പൊ എത്ര കിട്ടും? 13 - 3/2. 13 - 3 × 2 6/2 കിട്ടും. അതായത് എത്ര കിട്ടും? 7/2 കിട്ടും. അപ്പം എയുടെ എഫിഷ്യൻസി കിട്ടി. അതുപോലെ നമുക്ക് ബി ഇവിടെ ഇപ്പം ആരുടെ വേണ്ട? എയും ബിയും സിയുടെ എല്ലാം വേണം. അപ്പം എഫിഷ്യൻസി ബി ആണെങ്കിലോ, ബി കണ്ടുപിടിക്കാൻ എയും സിയും ഉള്ളതിൽ നിന്നും എ പ്ലസ് ബി പ്ലസ് സിയിൽ നിന്നും എയും സിയും കുറയ്ക്കും. കാരണം ഇതിനകത്ത് ഇല്ലാത്ത ആളെ നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പൊ എ പ്ലസ് ബി പ്ലസ് സി ഉണ്ട്, ഇവിടെ എയും സിയും ഉണ്ട്. അപ്പം എ പ്ലസ് ബി പ്ലസ് സിയിൽ നിന്നും എയും സിയും കുറച്ച് നമുക്ക് എന്ത് കിട്ടും? ബിയുടെ വാല്യൂ കിട്ടും. അപ്പൊ 13/3 നിന്നും എ പ്ലസ് സിയുടെ എഫിഷ്യൻസി -6 ചെയ്താൽ എത്ര കിട്ടും? 1/13/2 ആണ്. അപ്പൊ എത്ര കിട്ടും? 6. 13 - 12 കിട്ടും. 1/2 എന്ന് കിട്ടും. ഹാഫ് ആയിരിക്കും ബിയുടെ എഫിഷ്യൻസി. ഇനി എഫിഷ്യൻസി ഓഫ് സി ആകുമ്പോഴോ 13/2 സി ആകുമ്പോൾ എയും ബിയും കൂടെ ഉള്ള എഫിഷ്യൻസി 4 - ചെയ്യുന്നു. അത്ര കിട്ടും 13 - 8 5/2 എന്ന് കിട്ടും. അപ്പൊ ഇതായിരിക്കും ഇൻഡിവിജ്വൽ ആയിട്ട് എയുടെയും ബിയുടെയും സിയുടെയും എഫിഷ്യൻസി എന്ന് പറയാം. എങ്കിൽ ഇനി അവരുടെ ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇൻഡിവിജ്വൽ എഫിഷ്യൻസി അറിയാം, ടോട്ടൽ വർക്ക് അറിയാം. എങ്കിൽ അവരുടെ എല്ലാം ടൈം കിട്ടും. ടൈം എത്രയാ? എയും ബിയും സിയും കൂടെ ഒരുമിച്ചുള്ള ടൈമല്ലേ വേണ്ടത്? എങ്കിൽ എഫിഷ്യൻസി ഓഫ് അന്നേരം ഇത് ഇത്രയും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ടോട്ടൽ ടൈം ആയിട്ടില്ലേ ചോദിച്ചേക്കുന്നത്. ടോട്ടൽ ടൈം ടോട്ടൽ എഫിഷ്യൻസി എടുത്താലും മതി. കാരണം ടോട്ടൽ വർക്ക്, ടോട്ടൽ ടൈം ടോട്ടൽ വർക്ക് ഇൻറ്റു എഫിഷ്യൻസി. ടോട്ടൽ എഫിഷ്യൻസിയാണ് ടോട്ടൽ വർക്ക് ബൈ ടോട്ടൽ എഫിഷ്യൻസി. അപ്പൊ എത്ര കിട്ടും? ടോട്ടൽ വർക്ക് 24 ആയിരുന്നു. ടോട്ടൽ എഫിഷ്യൻസി എത്രയാ? എയും ബിയും സിയും കൂടി ഒരുമിച്ചാണ് ചെയ്യുന്നതെങ്കിൽ 13/2 ആണ്. എങ്കിൽ 24 × 2 48/13 കിട്ടും. ഇതാണ് എയും ബിയും സിയും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്താലുള്ള ടൈം. ഞാൻ ഇത് കണ്ടുപിടിച്ചത് എന്തിനാണ്? ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ട് എ മാത്രമാണ് ജോലി ചെയ്യുന്നതെങ്കിൽ എയുടെ ടൈം ഓഫ് എ ആണ് ചോദിക്കുന്നെങ്കിൽ ടൈം ഓഫ് ഒറ്റയ്ക്ക് ചെയ്യാനാണെങ്കിൽ എത്ര കിട്ടും? ടോട്ടൽ വർക്ക് 24 / 7/2 ചെയ്താൽ മതി. 7 × 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടൈം ഓഫ് എ കിട്ടും. അതായത് 48
48/7 കിട്ടും. ഇവിടെ 48/13 ആയിരുന്നു. ഇവർ 3 പേരുടെ ചെയ്യുന്നത് 48/7 വെച്ചാൽ എ ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയം. ഇനി ബി ഒറ്റയ്ക്കാണെങ്കിലോ ഈ പറയുന്ന 24/2 ആയിരിക്കും. 12 ഡേയ്സ് കൊണ്ട് ബി ഒറ്റയ്ക്ക് വർക്ക് തീർക്കും. ഇനി സി ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയമോ 24/5/2, അതായത് 48/5 ആയിരിക്കും. സി ഒറ്റയ്ക്കാണ് ഈ ജോലി ചെയ്യുന്നതിൽ കിട്ടുന്ന സമയം. ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ട് എയുടെയും ബിയുടെയും സിയുടെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചെയ്യുന്ന സമയം. ഇവിടെ ചോദിച്ചത് എന്താ, ഇവർ 3 പേരും കൂടി ഒരുമിച്ചാണെങ്കിൽ അവർ 3 പേരും കൂടി ഒരുമിച്ചുള്ള എഫിഷ്യൻസി നമുക്കറിയാം 13/2. ഇനി അതിനൊക്കെ തന്നെ അവർ 3 പേരും കൂടി ഒരുമിച്ചുള്ള എന്തറിയാം, വർക്ക് നമുക്കറിയാം. അവർ 3 പേരോട് ചെയ്ത് തീർക്കുന്ന വർക്കല്ലേ. ടോട്ടൽ വർക്ക് ബൈ ടോട്ടൽ എഫിഷ്യൻസി നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ ടൈം കിട്ടും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, 48/13 കിട്ടും. ഇതൊക്കെയാണ് നമ്മൾ പണ്ട് പഠിപ്പിച്ച മെത്തേഡ്. പക്ഷെ ഇത് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇട്ടത്. ഇത് ഇത്രയും വലുതായിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ എയുടെയും ബിയുടെ എ ബി ബി സി എ സി എന്നാണ് ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ അത് ചെയ്യാനുള്ള എളുപ്പവഴി എന്ന് വെച്ചാൽ 2xyz ഡിവൈഡ് ബൈ xy പ്ലസ് yz പ്ലസ് xz എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ടൈം കിട്ടും. അത് എയും ബിയും സിയും കൂടി, എ ബിയുടെ ടൈം അറിയാം, ബി സിയുടെ ടൈം അറിയാം, എ സിയുടെ ടൈം അറിയാം. എങ്കിൽ അവർ എല്ലാവരും കൂടി ചേർന്ന് എയും ബിയും സിയും കൂടി ചേർന്നുള്ള ടൈം കണ്ടുപിടിക്കാനായിട്ട് 2xyz ഡിവൈഡ് ബൈ xy പ്ലസ് yz പ്ലസ് xz എന്ന് പറഞ്ഞ ഇക്വേഷൻ ചെയ്താൽ മതി. ഇവിടെ എക്സിന്റെ വാല്യൂ നമ്മൾ എന്തായിട്ട് എടുക്കുക, എക്സിന്റെ വാല്യൂ 6 ആയിട്ട് എടുക്കുക, വൈന്റെ വാല്യൂ എന്തായിട്ട് എടുക്കുക 8 ആയിട്ട് എടുക്കുക, എക്സിന്റെ വാല്യൂ എന്തായിട്ട് എടുക്കുക 4 ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ആൻസർ എത്ര ഇട്ട് നോക്കാം, 2 × 6 × 8 × 4 ഡിവൈഡ് ബൈ xy. നമ്മൾ ഏതെങ്കിലും എണ്ണം ആൾട്ടർനേറ്റീവ് ആയിട്ട് ചെയ്താൽ മതി. 6 × 8 48 പ്ലസ് പിന്നെന്താ yz 8 × 4 32 പ്ലസ് അടുത്തെന്താ x × z 6 × 27 24. ഇത് സോൾവ് ചെയ്താലും മതി. നമുക്കിപ്പം എത്ര കിട്ടും നോക്കാം, 2 × 6 × 8 × 4. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ ലെങ്തി ആയിട്ട് ചെയ്യുന്നത്. 48 പ്ലസ് 24 എത്ര കിട്ടും, 48 50 പ്ലസ് 30 80 പ്ലസ് 24 104 എന്ന് കിട്ടും. അപ്പം ഇതെങ്ങനെ ഡിവൈഡ് ചെയ്യാം, 104 52 കിട്ടി, 4ഉം 52 കിട്ടി എത്ര കിട്ടും, 13 കിട്ടി. അപ്പം എത്ര കിട്ടി, 48/13 കിട്ടും. 48 വെച്ചാൽ 6 48 ഡിനോമിനേറ്റർ 13 48/13. ഇതേ 48/13 ആണ് നമ്മൾ അത്രയും വലുതായിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടും കിട്ടുന്നത് ഈ സെയിം 48/13 ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഇതുപോലെ വരുന്ന ക്വസ്റ്റ്യനിലെ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാം. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷൻ മനസ്സിലാക്കി വെച്ചേക്കുക. എ ബിയുടെയും ബി സിയുടെയും എ സിയുടെയും ടൈം തന്നാൽ എയും ബിയും സിയും കൂടി ഒരുമിച്ച് ചെയ്യുന്ന ടൈം വെച്ചാൽ എന്തായിരുന്നു, 2 × xyz ഡിവൈഡ് ബൈ xy പ്ലസ് yz പ്ലസ് xz എന്ന് നോക്കിയാൽ. ശരിയെന്ന് നിങ്ങൾ പഠിച്ചു വെച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ശരി.